നീ ജയിലിൽ ചാടിയോ? ഇപ്പൊ ഉള്ള കേസിൽ നിന്ന് നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് തല പോവുകയാണ് ഞാൻ ദിവസങ്ങളായിട്ട്. അതിനിടയിലാണ് ഒരു ജയിലിയാട്ടം. സാർ ക്ഷമിക്കണം. സാർ എത്ര തല പോഞ്ഞാലും ഞാൻ രക്ഷപ്പെടില്ലെന്ന് സാറ് തന്നെ സൂചിപ്പിച്ചതല്ലേ. ഒരാവേശത്തിനാണ് ഞാൻ ജയിലിൽ ചാടിയത്. എങ്കിലും അത് നന്നായെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഞാൻ രാമൻകുട്ടിയെ കണ്ടു. അവനെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു സാർ. എന്നിട്ട് രാമൻകുട്ടി എവിടെ? സാറേ, ഗോവൻ സാറേ, എന്താ ഈ രാത്രിയിൽ എല്ലാരും കൂടെ? എന്താ ബുക്ക? എന്താ ആശാനെ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഗോവൻ സാർ വിടില്ലേ അമ്മച്ചി? ഇല്ല, പുറത്തു പോയി. എന്താ കാര്യം? അപ്പുകുട്ടൻ ജയിലിൽ ചാടി അമ്മച്ചി. ദേവി, സന്ധ്യയ്ക്ക് അപ്പുകുട്ടൻ വീട്ടിലേക്ക് വന്നിരുന്നു. കൊച്ചേട്ടൻ അന്വേഷിച്ചാ വന്നത്. കൊച്ചേട്ടൻ വന്നതും അപ്പുനെ കണ്ടിറങ്ങി ഓടി. അപ്പച്ചേട്ടനെ കൊല്ലു അമ്മച്ചി. പെണ്ണ് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ രണ്ടിനെയും ഞാൻ ഇനി തിരയാത്ത സ്ഥലമില്ല. ഗോവൻ സാറിനെ ഒന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായാൽ. അപ്പു രാമൻകുട്ടി ഒന്നും ചെയ്യില്ല മോളെ. അല്ല അമ്മച്ചി, കൊല്ലൂന്ന് എന്നോട് പറഞ്ഞു. അമ്മച്ചിയല്ലേ പറയുന്നത്? ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പോയിക്കോളൂ. എന്തായാലും അപ്പു ഇവിടെ വരാതിരിക്കില്ല. ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. അമ്മച്ചി, കൊച്ചേട്ടനൊന്നും സംഭവിക്കില്ല. മോള് പോയിക്കോളൂ. വാ മോളെ. പാവച്ചേ, അമ്മേ, ഞാൻ എല്ലാം കേട്ടു. അമ്മയ്ക്ക് മതിയായില്ലേ? ചെറുപ്പത്തിൽ ബാല്യക്കാരികളും കൂട്ടുകാരികളും അടക്കം പറഞ്ഞ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, മറന്നിട്ടുമില്ല. ഒരമ്മയോട് മകള് ചോദിച്ചുകൂടാ, സഹിയിട്ട് ചോദിച്ചു പോവാണ്. അപ്പൊ നിങ്ങളുടെ ആരാ? അമ്മ പ്രസവിച്ചാണോ അവനെ? ഗോപേട്ടനെക്കാളും എന്നെക്കാളും അമ്മയ്ക്ക് അവൻ വലിയവനായത് എങ്ങനെയാ? അവൻ ആരാ? അവൻ എന്റെ മകനാണ്. ഞാൻ പ്രസവിക്കാതെ പോയ എന്റെ മകൻ. നിന്റെ അച്ഛൻ മംഗലത്ത് മാധവൻ തമ്പിയുടെ മകൻ. കല്യാണിക്കുട്ടിയോട് നിന്റെ അച്ഛന് തോന്നിയൊരു കമ്പം, അല്ലെങ്കിൽ ഒരു അബദ്ധം. മരിച്ചുപോയ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഒരബദ്ധം പറ്റാത്ത മനുഷ്യരുണ്ടോ? കല്യാണിക്കുട്ടിയുടെ മരണശേഷം അനാഥനായി പോയി അപ്പനെ ഏറ്റെടുക്കാൻ അഭിമാനം വകവെക്കാതെ അദ്ദേഹം തയ്യാറായി. എന്നോടെല്ലാം ഏറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ അതിന് തയ്യാറായിരുന്നില്ല. എനിക്ക് നിന്റെ ജീവിതമായിരുന്നു വലുത്. അച്ഛന്റെ മരണശേഷം തെരുവിൽ കിടന്ന് വളർന്ന അപ്പനെ കണ്ട് എനിക്ക് പശ്ചാത്താപം തോന്നി. ഈ വീട്ടിൽ നിനക്കുള്ള അവകാശമുള്ളതല്ല അവനും. നിന്റെ വിവാഹത്തിന് 2 വർഷം മുൻപ് ഞാൻ അവനോട് സത്യമെല്ലാം പറഞ്ഞു. വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പു സമ്മതിച്ചില്ല. അവൻ എന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു, മറ്റാരും അറിയരുതെന്ന്. നീ പോലും. നിനക്ക് വിവാഹാലോചനകൾ വരുന്ന സമയമായിരുന്നു. കുടുംബത്തിന്റെ സൽപ്പേര് നശിപ്പിക്കുന്ന അവൻ പറഞ്ഞത്. അന്നു മുതൽ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവൻ എന്റെ മകനായി, നിന്റെ അനുജനായി. ഒരു ജോലിക്കാരനേക്കാൾ താഴെയല്ലേ എല്ലാരും അവന് കൊടുത്ത സ്ഥാനം? അല്ല രമണി? എല്ലാം എന്റെ തെറ്റാ. മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രായച്ചിത്തം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതും നടന്നില്ല. കർമ്മദോഷം. രാമൻകുട്ടിയെ സുരേഷ് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ സുരേഷിന്റെ ബംഗ്ലാവിൽ, അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ അവരവനെ അപായപ്പെടുത്താം. ആ സാക്ഷി മരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതും നിന്റെ പേരിലാക്കാൻ എളുപ്പമാണ്. ജയിലിൽ ആടിയ പ്രതി. പോരാത്തതിന് രാമൻകുട്ടിയെ നീ ആക്രമിക്കാൻ ചെന്നതിന് സരോജിനി പോലും സാക്ഷി. ഒരു വഴിയേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് രാമൻകുട്ടിയെ രക്ഷപ്പെടുത്തുക, എങ്ങനെയെങ്കിലും.
മുതലാളി അവരെത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ കാറിലുണ്ട്. വിളിക്കട്ടെ? വിളിച്ചോളൂ. ശവം പോലും പൊങ്ങരുത്, കൊന്ന് കായലി താത്തര്. എന്താ? വാടാ. എങ്ങോട്ട്? വാടാ, നമുക്കൊന്ന് ചുറ്റിയിട്ട് വരാം. ഞാൻ വന്ന് വിളിച്ചപ്പോ ഇവനങ്ങ് പേടിച്ചു. എന്തിനാടാ പേടിക്കുന്നത്? ഡോക്ടർ എവിടെയാണ് സാർ? ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്. എമർജൻസി ആണോ? എടോ അത്യാഹിതമാണോ ഒന്ന്? ഇതാ അവിടെ. ഡോക്ടർ, ഒരാളെ രക്ഷിക്കണം. എന്താ വല്ല അടിപിടിയോ കത്തിക്കുത്തോ മറ്റാണോ? കത്തിക്കുത്താണ്. ഒരുപാട് രക്തം പോയി. ഇപ്പൊ ബോധമില്ല. പോലീസിൽ കംപ്ലൈന്റ് ഇട്ടോ? ഇല്ല. എന്നാ വല്ല സർക്കാർ ആശുപത്രിയും കൊണ്ടുപോകണം. ഡോക്ടർ, ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാ. ഞങ്ങൾക്ക് ഇത്രയും കേസ് ബുദ്ധിമുട്ടാ. അതുവരെ അയാൾ ജീവിച്ചിരിക്കില്ല. തന്നോടല്ലേ പോവാൻ പറഞ്ഞത്? എടോ, അവന് വല്ലതും പറ്റിയ കൊല്ലം തന്നെ. സീനിയർ ഡോക്ടറെ കാണണം. എവിടെ അയാൾ? ഇതാ അവിടെ. രക്ഷിക്കണം ഡോക്ടർ. ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ഏത് നിമിഷവും മരിക്കും. കുത്തു കേസാണ് സാർ. ഡ്യൂട്ടി റൂമിൽ പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. അവര് ഇയാൾ അവിടെയും വന്ന് ബഹളം ഉണ്ടാക്കി. മർഡർ അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. പോലീസിൽ അറിയിക്കട്ടെ? സാർ, എന്താണ് കേസ്? എല്ലാം ഞാൻ പറയാം സാർ. ആദ്യം അയാളെ രക്ഷിക്കണം. പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യും. ഡോക്ടർ, ക്ഷമിക്കണം. ഞാൻ എന്തോ പറഞ്ഞു. രാമൻകുട്ടി,
ഡോക്ടർ വരും. ഹൈപ്പോവോളിമിക് ഷോക്കാണ്. ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യണം. യെസ് ഡോക്ടർ. നിങ്ങളുടെ പേരെന്താ? അപ്പു. നിങ്ങൾ രാമൻകുട്ടിയുടെ ആരാ? സഹോദരൻ. ഇവിടെ ഒരു ഒപ്പിട്. ഇതെന്തിനാ സാറേ? പേഷ്യന്റിന് എന്തെങ്കിലും പറ്റിയാൽ അതിന് ഹോസ്പിറ്റൽ ഉത്തരവാദിയായിരിക്കില്ല. അതിനുള്ള സമ്മതപത്രമാ. രാമൻകുട്ടിക്ക് എന്തെങ്കിലും? ഒപ്പിട്. നിങ്ങൾ ഡോക്ടറെ അന്വേഷിക്കുന്നു. എവിടെ? മുകളിൽ. ഡോക്ടർ, ഉടനെ ഓപ്പറേഷൻ നടത്തണം. അതിന് കുറച്ച് ബ്ലഡ് വേണ്ടി വരും. ബി പോസിറ്റീവ്. ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? എനിക്കറിയില്ല. ഇനി അതാണെങ്കിൽ തന്നെ മതിയാവൂല. ഈ രാത്രി ഞാൻ എവിടെ പോകാനാ? അത് ഞാൻ എങ്ങനെ പറയും? ഇനി അയാളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ മറ്റാരെങ്കിലും ഉണ്ടോ? ഡോക്ടർ, എന്തായാലും സിസ്റ്റർ, ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യും. ശരി സാർ. ബാക്കി ഡോണേഴ്സ് ഒക്കെ എപ്പോഴാ വരുന്നേ? ഇത് കഴിഞ്ഞ് ഞാൻ തന്നെ പോണം ഡോക്ടർ. ഇത് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നാ. രാമൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുത്തുകേസിലെ പ്രതി. രക്തം കൊടുക്കാൻ വന്നവരാണോ? അതെ. വേഗം മുകളിലേക്കല്ലോ. നിങ്ങൾ രണ്ടുപേരും താഴേക്ക് പോയിക്കൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഒരു സിഗ്നൽ തരും. ശരി. വാ. നിങ്ങളാരാ? ഞങ്ങൾ ബ്ലഡ് കൊടുക്കാൻ വന്നവരാണോ? അതെ. വരൂ. സിസ്റ്റർ, ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യും. യെസ് ഡോക്ടർ. ഇരിക്കാം. നിങ്ങൾ ചെക്ക് ചെയ്യില്ലേ? കൊള്ളില്ലെന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്നോ? ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കേ. സാർ, അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കൂ. വാ.
പോലീസ് സ്റ്റേഷനല്ലേ? ഇത് ഉപാസന ഹോസ്പിറ്റലിൽ നിന്നാ. അബുക്ക, ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. മോനെ, നീ നേരത്തെ പോയാൽ എങ്ങനെയാ? എത്രയും പെട്ടെന്ന് എനിക്ക് വക്കീലിനെ കണ്ട് വിവരം പറയണം. ഞാൻ വരുന്നവരെ രാമൻകുട്ടിയെ നോക്കണം. അപ്പു എവിടെ അപ്പൂക്ക? അപ്പു വക്കീലിനെ വിളിക്കാൻ പോയി. അപ്പു വക്കീലിനെ കൊണ്ട് വരുന്നതിന് മുമ്പ് സുരേഷും ഗോവൻ സാറും വന്നാൽ എന്ത് ചെയ്യും? എവിടെടാ അപ്പു? അപ്പു ജയിലിലല്ലേ? രാമൻകുട്ടിയുടെ കൊണ്ടുവരാനാ? ഞങ്ങളാ? ഞങ്ങളാ? നിങ്ങൾ അവിടെ നോക്ക്. ആ പോയ വണ്ടി ഏതാ? ആ രോഗിയെ കൊണ്ടുവന്നതാ. ഏത് രോഗിയെ? ആ കത്തിക്കുത്ത് കേസിലെ. രാമൻകുട്ടിയുടെ മരണമൊഴി എടുത്താലേ നിനക്ക് ഇനി രക്ഷയുള്ളൂ. സാർ, ഞാൻ പറയുന്നത്. ഞാൻ അതിനുള്ള വഴി നോക്കട്ടെ. വേണ്ട സാർ, എന്റെ രക്ഷപ്പെടലൊക്കെ ഞാൻ എപ്പോഴേ മറന്നു. അതിന് വേണ്ട സാർ. എങ്ങനെയെങ്കിലും രാമൻകുട്ടിയെ രക്ഷിക്കണം സാർ. പോലീസ് വന്നത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവരൊരുപക്ഷെ രാമൻകുട്ടിയെ അപകടപ്പെടുത്തിയേക്കും. ഞാനും അത് തന്നെയാണ് പറയുന്നത്. പോലീസ് മാത്രമല്ല, പുറകെ ഗോവനും സുരേഷും എത്താൻ വഴിയുണ്ട്. സാർ, രാമൻകുട്ടി നിന്റെ കയ്യിലായ സ്ഥിതിക്ക് ഗോവനും സുരേഷും കുടുങ്ങുമെന്ന് അവർക്ക് ഉറപ്പല്ലേ? അവരെന്ത് ചെയ്യും? രാമൻകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പേടിക്കണ്ട, നീ ഉടനെ ഹോസ്പിറ്റലിലേക്ക് മടങ്ങിപ്പോകും. പോലീസിന്റെ കയ്യിലാവാതെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നാ മതി. തൽക്കാലം അബൂക്കെ ആച്ചാനൊക്കെ അവിടെ ഉണ്ടല്ലോ. താമസിക്കണ്ട, DSPക്ക് ഫോൺ ചെയ്തിട്ട് ഞാനും ഉടനെ വരാം. സിസ്റ്റർ, ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ല. അല്ല സിസ്റ്റർ. സിസ്റ്റർ, രാമൻകുട്ടിക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു സർ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ. പോലീസ് എന്താണോ ഇന്ന് പരക്കുന്നേ? ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? എല്ലാരും ഒന്ന് വീട്ടിൽ പോയിട്ട് വരണം. നീ എന്താടി ഇത് മോങ്ങുന്നേ? രാമൻകുട്ടിക്ക് എങ്ങനെയുണ്ട്? രാമൻകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു സാർ. അപ്പുവിനെ കിട്ടിയില്ലേ? അവൻ രക്ഷപ്പെട്ടു. ബ്ലഡി നോൺസെൻസ്. എസ് ഐ എവിടെ? മോളിലുണ്ട് സാർ. സുരേഷ് ആ കുഴഞ്ഞതാ. ഞാനെല്ലാം കേട്ടു. നീ അകത്ത് പോയി കളി കളിക്ക. എന്ത് കളി? രാമൻകുട്ടി ഇവിടുന്ന് കടത്തണം. മണ്ടത്തരം പറയാതെ ഇവിടെ എന്ത് റീസൺ പറയും? എടാ, നീ എന്തോന്നിനാ ഇതിട്ടിരിക്കുന്നത്? ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ഇവിടെ സെക്യൂരിറ്റി ഇല്ല എന്ന് ഡോക്ടേഴ്സിനോട് പറയണം. ചെറുടാ. ആ അപ്പുവിനെ മിസ് ചെയ്ത് വളരെ കഷ്ടമായി പോയി. ഐ ആം സോറി സാർ. ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ? സാറ് മുകളിലേക്ക് പോണ്ട. അപ്പുവിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റ്. ക്യൂക്ക്. അതെന്നെ പണിയാ കൊച്ചെ. ഓപ്പറേഷൻ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ ഡോക്ടറോട് പറ്റില്ല. ചോദിച്ചാൽ മതി. വഴക്കുണ്ടാക്കണ്ട. പിന്നല്ലാതെ പിടിക്കവനെ. നമുക്ക് ഓടിക്കോ. ഇങ്ങോട്ട് നടക്കണം. ഇങ്ങോട്ട് പോടാ. ജീവനോട് കയറാം. കേരളം നോക്കി നിൽക്കാതെ കേരളങ്ങൾ ഇങ്ങോട്ട് എവിടെ കയറി ജീവനോട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ക്ഷമിക്കണം മിസ്റ്റർ ഗോപൻ, നിങ്ങൾ വിവരക്കേടാണ് പറയുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറേ ആയിട്ടുള്ളൂ. വിവരക്കേട് പറയുന്നത് നിങ്ങളാണ്. ഒരു മർഡർ കേസിലെ ഏക ദൃക്സാക്ഷിയാണ് രാമൻകുട്ടി. അവനെ ഇവിടെ കൊണ്ടുവന്നതോ അതേ കേസിൽ ജയിലിൽ ചാടിയ 1-ാം പ്രതി. ഇതുപോലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അവൻ എന്ത് സുരക്ഷിതത്വമാണ്? അവൻ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയേ പറ്റൂ.
ഇപ്പൊ തന്നെ ഇവിടെ എന്താ നടന്നത്? യുദ്ധകളം പോലെ ആയില്ലേ ഇവിടം? രാമൻകുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. ഈ അവസരത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, അയാളെ പുറത്തു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എവിടെ ആംബുലൻസ്? ഇവിടെ ഡ്രൈവറില്ല. അതൊരു ചൈൽഡിഷ് എക്സ്ക്യൂസ് ആണല്ലോ ഡോക്ടറെ. ഡ്രൈവറെ ഞാൻ ഉണ്ടായിക്കോളാം. താക്കോൽ വരൂ. വാട്ട് നോൺസെൻസ് യു ആർ ഡൂയിങ്? എനിക്കിത് അനുവദിക്കാൻ പറ്റില്ല. വേഗം. എന്റെ രോഗിയെ കൊണ്ടുപോകാൻ പറ്റില്ല. This is too much. Get lost. വിട്. ഒരു മിനിറ്റ്. ശരി. വരൂ.
നിങ്ങളാരും വിഷമിക്കണ്ട. ജയിലിൽ ചാടിയതിന് ചെറിയൊരു ശിക്ഷ. അപ്പു പെട്ടെന്ന് ഇങ്ങ് വരും. നിങ്ങൾ സംസാരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യാം. അമ്മേ, എന്നോട് ക്ഷമിക്കാൻ ചേച്ചിയോട് പറയണം. ഹസനെ, രാമൻകുട്ടി, അകത്ത് കിടക്കുമ്പോഴും സമയം വെറുതെ കളയണ്ട. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിട്ട് പെരുമാറിക്കൂ. പിന്നെ ഒന്നും പേടിക്കണ്ട, ഞാൻ പലവട്ടം കിടന്നിട്ടുള്ളതാ.